ഓരോ ദിവസവും രാവിലെ പുലരുമ്പോൾ ഇന്ന് ഏത് തരം അക്രമത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുമെന്ന ആശങ്കയോടെ നമ്മൾ മലയാളികൾ ഉണരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് കേരളത്തെ മാത്രമല്ല നമ്മുടെ പരിചയത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു കൂട്ടക്കുരുതിയുടെ വാർത്ത വരുന്നത്. ഒരു 23 വയസ്സ് കഴിഞ്ഞ 24 വയസ്സിനോട് അടുപ്പിച്ച് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും അടുത്ത 4 ബന്ധുക്കളെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തി, 6 പേരെ കൊലപ്പെടുത്തി എന്നായിരുന്നു ഈ യുവാവ് നൽകിയ മൊഴി. പക്ഷേ പിന്നീട് പോലീസ് എത്തി നോക്കുമ്പോൾ ആക്രമിച്ച അമ്മ ഗുരുതരാവസ്ഥയിലായിരുന്നു. അങ്ങനെ 5 പേരെ കൊലപ്പെടുത്തി 6ാമത്തെ ആൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ ഒരു വാർത്ത ഇന്നലെ വൈകിട്ടാണ് പുറത്തു വരുന്നത്, ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വരുന്നത്. ഇന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ആ ചെറുപ്പക്കാരൻ ചെയ്തത് എന്നത് അറിയേണ്ടതുണ്ട്. എല്ലായിടത്തു നിന്നും വിവരങ്ങളുമായി നമ്മളുടെ പ്രതിനിധികളുണ്ട്. അമ്മയെയും കാമുകയെയും അനിയനെയും അമ്മൂമ്മയെയും അടക്കം 5 പേരെ കൂട്ടക്കുരുതി ചെയ്തതിന്റെ നടുക്കത്തിലാണ് ഇന്നലെ തലസ്ഥാനം ഉണ്ടായിരുന്നത്. 70 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നുവെന്ന് ഈ കൊലപാതകങ്ങൾ ചെയ്ത അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകി. സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ പ്രണയവിവാഹത്തെ വീട്ടുകാർ എതിർത്തതും വൈരാഗ്യത്തിന് കാരണമായെന്നാണ് പ്രതി അഫാൻ നൽകിയ മൊഴി. ഇന്നലെ രാവിലെ 10 മണിക്കും വൈകിട്ട് 6-നും ഇടയിലാണ് 3 ഇടങ്ങളിലായി അഫാൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയത്. അതേസമയം ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ രാവിലെ ഏറ്റവും ആദ്യം ഈ അഫാന്റെ അച്ഛന്റെ അമ്മ സൽമ ബീവി, അവരെയാണ് ആദ്യഘട്ടത്തിൽ കൊലപ്പെടുത്തിയത്. പിന്നീടാണ് അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ വന്ന് അനിയനെയും പെൺ സുഹൃത്തിനെയും ഉമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിൽ ഉമ്മ ഗുരുതരാവസ്ഥയിൽ വീട്ടിലുണ്ടായിരുന്നു. മറ്റു 2 പേരും കൊല്ലപ്പെടുന്നു. ആ രീതിയിൽ ഇത്ര ഒരു പകൽ മുഴുവൻ നീണ്ട കൊലപാതക പരമ്പരയ്ക്ക് എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഈ 23 വയസ്സുള്ള ഒരാൾക്ക് കഴിഞ്ഞത് എന്നതാണ് ഇപ്പോഴും നമുക്കാർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം. ആ സാമ്പത്തിക ബാധ്യത കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര നടത്താൻ കഴിയുമോ എന്ന സംശയം ഇപ്പോഴും ബാക്കിയാവുകയാണ്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അഫാൻ നൽകിയ മൊഴി എന്തായാലും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്നലെ രാത്രി മൊഴി കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്ന സമയത്ത് ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ പരിശോധനയിൽ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി പോലീസ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലതരം അക്രമങ്ങളെക്കുറിച്ച്, കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും മനസാക്ഷിയെ പേടിപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്, വിറങ്ങലിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കൊലപാതക പരമ്പരയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന ഞെട്ടൽ ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ ഈ അഫാന്റെ അമ്മ ചികിത്സയിലുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി വൈകി ഇന്ന് രാവിലെയൊക്കെ ആവുമ്പോഴത്തേക്കും പുറത്തു വരുന്ന വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ രാത്രി വൈകി മജിസ്ട്രേറ്റ് പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ പറയുന്നത് സാമ്പത്തിക ബാധ്യത, അതോടൊപ്പം തന്നെ പ്രണയ വിവാഹത്തെ കുടുംബാംഗങ്ങൾ അനുകൂലിച്ചില്ല. പലരോടും പണം വീണ്ടും കടമായി ആവശ്യപ്പെട്ടു. പക്ഷെ ഇതൊന്നും തന്നെ നൽകാൻ ആരും തയ്യാറായില്ല. അമ്മൂമ്മയെ കൊലപ്പെടുത്തുന്നതിന് കാരണമായതും ബന്ധുക്കളെ, അച്ഛന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒക്കെ കൊലപ്പെടുത്തുന്നതിന് കാരണമായത് ഈ സാമ്പത്തികമായി അവരെയൊക്കെ സമീപിച്ചിട്ടും അവരൊന്നും തന്നെ പിന്നെയും കടം നൽകാൻ തയ്യാറായില്ല എന്ന ഒരു കാര്യമാണ്. സാമ്പത്തിക വിഷയം, അതിൽ 70 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഗൾഫിൽ സ്പെയർ പാർട്സ് കട അത് പിതാവ് നടത്തി, അത് നഷ്ടത്തിൽ കലാശിച്ചു. വളരെ കുറച്ച് സമയം മാത്രമാണ് അഫാൻ വിദേശത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തത് തന്നെയാണ്. കാരണം വളരെ കൂളായി രാവിലെ സുഹൃത്തുക്കളോട് സംസാരിച്ചു പോയി എന്ന വിവരമാണ്. പോയിട്ട് ചില കാര്യങ്ങളുണ്ട്, പോകുന്നു എന്ന് പറഞ്ഞ് ചില ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് അങ്ങനെ സംസാരിച്ചിട്ട് പോയി എന്ന വിവരമാണ്. അതിനുശേഷം ആദ്യം പോയത് പാങ്ങാണ്, അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ കഴുത്ത് ഞെരിച്ചാണ് അമ്മൂമ്മയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ 2 പവന്റെ മാല കവരുന്നു. ഈ മാലയുമായി വീണ്ടും തിരികെ എത്തി
വെഞ്ഞാറമൂട് തന്നെ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ചുറ്റിക വാങ്ങുകയാണ്. ഈ ചുറ്റികയുമായി പിന്നെ പോകുന്നത് ബന്ധു വീട്ടിലേക്കാണ്. അതിനു മുൻപ് പെൺകുട്ടിയെ, ഈ കാമുകിയായ പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കുകയും അവിടെ നിന്ന് ഈ ബന്ധു വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. പിതാവിന്റെ സഹോദരനും ഭാര്യയുമുള്ള ആ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഈ ചുറ്റിക കൊണ്ട് ഇരുവരെയും തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം ഈ കയ്യിൽ കരുതിയിരുന്ന മറ്റൊരു വസ്ത്രം, മറ്റൊരു ഷർട്ട് ധരിച്ച് ബൈക്കിൽ തന്നെ വീട്ടിലേക്ക് വരുന്നു. സഹോദരൻ, 14 വയസ്സുള്ള സഹോദരൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുന്നു. ഈ കുഴിമന്തി വേണമെന്ന് പറയുമ്പോൾ പുറത്തു കൊണ്ടുപോയി ആ ഭക്ഷണം വാങ്ങി നൽകുന്നു. തിരികെ വീട്ടിലെത്തി അമ്മയെയും കാമുകിയെയും സഹോദരനെയും ആക്രമിക്കുകയാണ്. ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും തലക്കടിക്കുകയും ചെയ്യുന്നു. ഈ 6 മരണങ്ങൾ ഉറപ്പാക്കി എന്ന ചിന്തയിലാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും അവിടെ കീഴടങ്ങുന്നത്. പക്ഷേ അമ്മ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. പ്രതി കണക്ക് കൂട്ടിയത് ഇത് 6 പേരുടെയും കൊലപാതകം അത് പൂർണ്ണമായും സ്ഥിരീകരിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രതി സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പക്ഷേ ഒരാൾ അവിടെ വിട്ടുപോകുന്നു. 5 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് വിവാഹത്തിന് അവർ എന്തായിരുന്നു, വിവാഹം ചെയ്തു നൽകാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു, വീട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക പരാധീനതയാണ് ഇവിടെ ഒരു വില്ലനായി എത്തിയത് എന്ന കാര്യമാണ് അഫാൻ പറയുന്നത്. 23 വയസ്സാണ്. പക്ഷേ ഇങ്ങനെ ഒരു നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതിന് പിന്നിൽ ഇത് മാത്രമാണോ കാര്യം എന്നത് പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ശ്രീജ, വിനോദ്, അപ്പോഴും വലിയൊരു സംശയം വരുന്നത് രാവിലെ 10 മണിക്ക് തുടങ്ങി ഇയാൾ പല ഭാഗത്തായി വീടിന്റെ 25 കിലോമീറ്റർ അകലെയുള്ള അച്ഛന്റെ അമ്മയെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് 9 കിലോമീറ്റർ അകലെയുള്ള അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇങ്ങനെ 3 കൊലപാതകങ്ങൾ നടക്കുന്നു. ഒരാളെയൊന്നും അല്ല ആക്രമിക്കുന്നത്, 2-3 പേരെയൊക്കെ വെച്ചാണ് ആക്രമിക്കുന്നത്. ഇവരുടെയൊന്നും ശബ്ദം പുറത്തേക്ക് കേട്ടില്ല. പലയിടത്തും പോലീസ് എത്തുമ്പോഴാണ് ആ മരണം കൊലപാതകം, അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടന്നു, കൊലപാതകം നടന്നു എന്ന് നാട്ടുകാർ പോലും അറിഞ്ഞിട്ടുള്ളത്. അതൊക്കെ എങ്ങനെ സാധിച്ചു എന്നതിൽ വലിയ സംശയങ്ങൾ തോന്നുന്നില്ലേ? ഒറ്റയ്ക്ക് തന്നെയാണ് കൃത്യം നടപ്പാക്കിയത്. കാരണം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ഇരകൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവരുടെ എതിർപ്പ് ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സ്ഥിരമായി വീട്ടിൽ വന്നു പോകുന്ന ഒരാൾ അവിടെ തങ്ങളെ കൊലപ്പെടുത്താനാണ് എത്തിയത് എന്ന ഒരു ചിന്ത ഒരുപക്ഷെ ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. നിരന്തരം വന്നു പോവുകയും അടുത്ത ബന്ധുവുമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിശ്വസിക്കേണ്ടയോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടയോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായിരുന്നു ഈ കൊലപാതകം. ഒരു ദിവസം തന്നെ 6 പേരെ ആക്രമിക്കുക, അതിൽ 5 പേർ കൊല്ലപ്പെടുക എന്നത് പ്രതി കരുതിക്കൂട്ടി തീരുമാനിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഇരകൾ അതേക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ചെറുത്തുനിൽപ്പിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ഈ കൊലപാതകങ്ങൾ നടത്തുന്നു. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപ്രതീക്ഷിതമായ നീക്കമായിരുന്നിരിക്കണം. പ്രതിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു സംഗതി വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അപരിചിതനായ ഒരാളോ അല്ലെങ്കിൽ ഒരു മോഷണ ശ്രമമോ ആ തരത്തിലുള്ള ഒരു സംഗതിയോ നിലവിളിയോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പിടിവിളിക്കോ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിനോ ഉള്ള സാധ്യത അങ്ങനെ ഇല്ലാതെ എന്നും വീട്ടിൽ വന്നു പോകുന്ന ആളായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിരന്തരം എത്തിപ്പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് പ്രതി കൊല നടത്തി എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഈ വിവരം അറിഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിനോട് വിവരം പറയുമ്പോഴാണ് ഇതിന്റെ വിവരം തന്നെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ നാട്ടുകാർക്കാണെങ്കിൽ ഇങ്ങനെ 3 സ്ഥലങ്ങൾ പോലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. 6 പേരെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തൽ ആദ്യം പ്രതിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായത്. തുടർന്നാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. ഈ വിവരം നാട്ടുകാർ അറിയുകയും പിന്നീട് വളരെ പെട്ടെന്ന് ഈ ആംബുലൻസുകൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയുമായിരുന്നു. അതിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷെ അപ്പോഴേക്കും ഈ ആക്രമിക്കപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ ഈ വിവാഹ ജീവിതം ബുദ്ധിമുട്ടിലാകും എന്ന ഒരു ചിന്ത കാമുകിയെ കൊല്ലാൻ കാരണമായി എന്ന് പറയുന്നത് ഒരുപക്ഷെ താൻ നഷ്ടപ്പെട്ടാൽ പിന്നെ കാമുകിയും ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന ഒരു ചിന്തയിൽ കൃത്യം ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മജിസ്ട്രേറ്റിനെ മൊഴി നൽകിയിരുന്നു. എലിവിഷം
കഴിച്ചു എന്ന് പോലീസിനോട് പറയുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിയെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിരുന്നു. പിന്നെ